കുട്ടിക്കഥ 17 സിംഹവും എലിക്കുട്ടനും. മനോഹരമായ പച്ചപ്പാർന്ന വനത്തിൽ ഒരു ശക്തനായ സിംഹം ജീവിച്ചിരുന്നു. അവന്റെ അലറലും ഗർജനവും മലമുകളിൽ നിന്നും വയലുകളിലേക്ക് മുഴങ്ങും. അവൻ തന്നെ കാട്ടിലെ രാജാവ്. അതേ വനത്തിൽ ഒരു എലിക്കുട്ടനും ജീവിച്ചിരുന്നു. അവൻ ഇടയ്ക്കിടെ പാടത്ത് പോയി അരിമണികൾ ശേഖരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വേട്ടയാടി വന്നതിന്റെ ക്ഷീണത്തിൽ സിംഹം ആൽമരച്ചോട്ടിൽ വിശ്രമിച്ചു. അങ്ങനെയിരിക്കെ പൊടുന്നനെ എലിക്കുട്ടൻ എവിടെ നിന്ന് വന്നോ സിംഹത്തിന് മുന്നിലേക്ക് ചാടി. സിംഹത്തിനാവട്ടെ അവന്റെ ഉറക്കവും നഷ്ടപ്പെട്ടു. ആ ദേഷ്യത്തിൽ സിംഹം സടകുടഞ്ഞെഴുന്നേറ്റു. അത് കണ്ടതും എലിക്കുട്ടൻ ഭയപ്പെട്ടുപോയി. എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തതാണ്. ഞാൻ നിങ്ങളെ അവസരം കിട്ടുമ്പോൾ സഹായിക്കും. എലിക്കുട്ടൻ പറഞ്ഞത് കേട്ട് സിംഹത്തിന് ചിരി വന്നു. ചെറുതായ നീ എന്നെ സഹായിക്കുമോ? അങ്ങനെയാവട്ടെ എന്നും പറഞ്ഞ് എലിക്കുട്ടനെ വിട്ടു. അങ്ങനെ മഴക്കാലം തുടങ്ങി. ഒരു ദിവസം സിംഹം കാട്ടിൽ കൂടി നടക്കുമ്പോൾ അവൻ അറിയാതെ വേട്ടക്കാരൻ വെച്ച കെണിയിൽ പെട്ടുപോയി. അവൻ ആകെ പേടിച്ചുപോയി. സഹായിക്കൂ, അവൻ അലമുറയിട്ടു. എലിക്കുട്ടൻ സിംഹത്തിന്റെ ശബ്ദം കേട്ടു. അവൻ ഓടിപ്പാഞ്ഞ് സിംഹത്തിനെ രക്ഷിക്കാനായി എത്തി. അവൻ മരത്തിലേക്ക് പാഞ്ഞു കയറി. എന്നിട്ട് മൂർച്ചയുള്ള പല്ലുകൊണ്ട് കയർ കടിച്ചു. ഒടുവിൽ കയർ പൊട്ടി സിംഹം നിലത്ത് വീണു. അങ്ങനെ അവൻ മോചിതനായി. നീ എന്നെ രക്ഷിച്ചു, എലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വലിയവർക്കും ചെറിയവരുടെ സഹായം വേണ്ടിവരും. ആ ദിവസത്തിന് ശേഷം സിംഹവും എലിയും ഏറ്റവും നല്ല സുഹൃത്തുക്കളായി. അവർ ഒരുമിച്ച് വനത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ അവരുടെ സൗഹൃദം കാട്ടിലെല്ലാവരുടെയും ഇടയിൽ പരന്നു. കൂട്ടുകാരെ, ചെറുതായാലും സഹായിക്കാൻ കഴിയും, വലുതായാലും സഹായം ആവശ്യമാകും. കഥ ഇഷ്ടപ്പെട്ടുവോ കൂട്ടുകാരെ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബായ് കൂട്ടുകാരെ.